ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്ത് കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ രാജീവനും അരുണും കൂടി ഏൽപ്പിച്ച പണവും സ്വർണവുമായിട്ട് സുധീഷ് പോയതാണല്ലേ. ഇതുവരെ സുധീഷ് അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അരുണിൻ്റെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. സുധീഷ് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും സുധീഷിനെ തട്ടിക്കൊണ്ടു പോയതാണല്ലോ. എന്തായാലും ഇതൊക്കെ രാജീവിൻ്റെയും അരുണിൻ്റെയും വലിയൊരു പ്ലാനിങ് തന്നെയാണ് കേട്ടോ. തട്ടിക്കൊണ്ടു പോകലും അല്ലാതെ കറക്റ്റ് സമയത്ത് അങ്ങനെ ഒരാൾ അവിടെ വന്ന് കിടക്കലും അതുപോലെ തന്നെ അങ്ങനെ ഒരു അഭിനയം കാണിക്കലും ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഇത് അവരുടെ ഒരു പ്ലാനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സുധീഷ് ഇതൊന്നും അത്ര പെട്ടെന്ന് ഓർത്തില്ല. അല്ലെങ്കിൽ സുധീഷിന് ഈ പണവുമായിട്ട് അവിടുന്ന് പോകേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും അവരെല്ലാവരും ഫുഡ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ അരുണിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നതും അവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിട്ട് അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. രാജീവനും അതുപോലെ തന്നെ അരുണും ഭയങ്കര അഭിനയാട്ടോ. എന്ത് ചെയ്യും, ഏതാ സംഗതി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവസാനം നമ്മളെ അരുണ് നന്നായിട്ട് നമ്മളെ സുധീഷിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സുധീഷ് പണവുമായിട്ട് മുങ്ങിയതാണ്, നമ്മളാരും ഒരിക്കലും അത്ര ചിന്തിക്കാതെ അവന് പണം കൊടുത്തു, അത് വേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ കുറ്റപ്പെടുത്തുമ്പോൾ നിധി അത് തടയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ഒരിക്കലും സുധീഷ് ചെയ്യില്ല. സുധീഷ് അങ്ങനെ ഒരാളല്ല. പണത്തിന് വേണ്ടി അവൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ നല്ല രീതിയിൽ നമ്മളെ നിധി സംസാരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷിൻ്റെ നല്ല ഭാഗം പറഞ്ഞിട്ട് ആ സമയത്ത് രാജീവിന് അത്ര സംസാരിക്കുന്നില്ല. നമ്മളെ നിധിയാണെങ്കിൽ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ സുധീഷിന് എന്താ പറ്റിയെന്ന് നിങ്ങൾ അന്വേഷിക്കുക, അല്ലാതെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ എന്തിനാ സുധീഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എല്ലാവരും വിളിക്കുന്നുണ്ട് സുധീഷിൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി കിടക്കുക കേട്ടോ. എങ്ങനെയായിട്ടും സുധീഷിനെ കിട്ടുന്നില്ല. അപ്പം എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആവാൻ കാരണം? ചാർജ് ഇല്ലാഞ്ഞിട്ടാണോ? നിന്നെ വിളിച്ചോ? അവൻ ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഇത്ര നേരമായിട്ടും അവൻ എന്തുകൊണ്ട് നിന്നെ പോലും വിളിച്ചില്ല എന്നൊക്കെ നമ്മളെ രാജീവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അവന് കാറിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാമായിരുന്നല്ലോ, അത് അവൻ ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അവൻ്റെ ഒരു പ്ലാനിങ് ആണ്, അവൻ ചെയ്തതാണ്, അവൻ പണവുമായിട്ട് പോയതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അവസാനം രാജീവനും നമ്മളെ സുധീഷിൻ്റെ കുറ്റപ്പെടുത്തലിലേക്ക് പോയിട്ടുണ്ട്. ഇതിയോട് പറയുന്നുണ്ട്, മോളെ അവൻ നമ്മളെ ചതിച്ചതാണ്, അവൻ പണവും സ്വർണ്ണമൊക്കെ ആയിട്ട് മുങ്ങിയിട്ടുണ്ട്, അവൻ നമ്മളെ ചതിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ നിധിക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ട്രാക്ക് നോക്കിയപ്പോൾ അവൻ പോയ ട്രാക്ക് നോക്കിയപ്പോൾ അവൻ വഴി തെറ്റിയാണ് പോയത്. ലൊക്കേഷനൊക്കെ അയച്ചത് സെയിം തന്നെയാണ്, അതൊന്നും തെറ്റിയിട്ടല്ല അയച്ചത്. പക്ഷെ അവൻ പോയത് വേറെ റൂട്ടിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നമ്മളെ സാന്ദ്ര പറയുന്നുണ്ട്, അവൻ ചിലപ്പം വേറെ എളുപ്പ വഴിയിലൂടെ പോയതാണെങ്കിലോ വേറെ വഴി പിടിച്ചതാണെങ്കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, അവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. ഞാൻ വിട്ട ലൊക്കേഷനിലല്ല അവൻ പോയതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വിട്ട ലൊക്കേഷൻ ഒക്കെ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് നിധിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രാജീവൻ. എന്തായാലും രാജീവൻ്റെ വലിയൊരു പ്ലാനിങ്ങിൻ്റെ പിന്നിലുണ്ടായൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. ഭയങ്കരമായിട്ടുള്ള അഭിനയങ്ങളാണ് രാജീവനും അരുണും തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അരുണിൻ്റെ കാലിന് മുറിവ് പറ്റി എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ കേട്ടോ. വെറുതെ ഒരു ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് നിൽക്കാൻ തോന്നുന്നുണ്ട്, അല്ലാതെ അവനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അവൻ നമ്മളെ നിധി എന്തായാലും സുധീഷ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. സുധീഷിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് രാജീവനാണെങ്കിൽ പറയുന്നുണ്ട്. അവനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അവൻ നമ്മളെ കണ്ണിൽ നോക്കിയാണ് അവിടുന്ന് സംസാരിച്ചത്. എന്ത് പറഞ്ഞാലും ഒരുമാതിരി ഒരു അർത്ഥം വെച്ചിട്ടുള്ള സംസാരം. അവനോട് എത്ര അങ്ങോട്ട് സ്നേഹം കാണിച്ചാലും അവൻ ഇങ്ങോട്ട് പെരുമാറുന്നത് നീ കണ്ടിട്ടില്ലേ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, സുധീഷ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല പണവും സ്വർണവും ഞാൻ കൊണ്ടുപോയിക്കോളാം. നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് സുധീഷ് അങ്ങനെ കൊണ്ടുപോയത്. സുധീഷോ സുധീഷിൻ്റെ വീട്ടുകാരോ അങ്ങനെയുള്ള ഒരാളല്ല. അവിടെയുള്ള ആരും പണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, അതെനിക്ക് 100% ഉറപ്പാണ് അച്ഛ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുന്നത് നമ്മളെ നിധി ഒരു 1000 പ്രാവശ്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നമ്മളെ സുധീഷിനെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയാണ് നമ്മളെ രാജീവനും അതുപോലെ തന്നെ അരുണൊക്കെ ചെയ്യുന്നത്. നിന്റെ തലയിലേക്ക് ഇതൊന്നും കയറില്ല, നിന്നെ പോലും അവൻ വഞ്ചിക്കുകയായിരുന്നില്ലേ, ഇതൊക്കെ ഒരു പ്ലാനിങ് ആയിരുന്നു, നിന്നെ കല്യാണം കഴിച്ചത് വരെ ഒരു പ്ലാനിങ് ആയിരുന്നു, ഇവിടേക്ക് വന്നതും എല്ലാം ഒരു പ്ലാനിങ് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അവസാനം നിധിയുടെ അമ്മയും പറയുന്നുണ്ട്, അച്ഛൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും സ്വർണ്ണമൊക്കെ ഒറ്റ ദിവസം കൊണ്ടല്ല അവൻ ഇല്ലാതെയാക്കിയത്, അതൊക്കെ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇന്നലെ രാത്രി വരെ അവൻ നിന്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കിടന്നതാണ് നിന്റെ അച്ഛൻ. ഇന്ന് രാവിലേക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി തീർത്തത് അവൻ. അവൻ ചതിച്ചില്ലേ, നമ്മളെ ചതിച്ചില്ലേ, നിന്നെ ചതിച്ചില്ലേ, എന്ത് കഷ്ടമാണിത്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ ഭയങ്കരമായ രീതിയിൽ ഹേമയും പറയുന്നുണ്ട് കേട്ടോ. ഹേമയ്ക്ക് സത്യങ്ങൾ അറിയുമെന്നും നമുക്കറിയില്ല. പാവം നമ്മളെ സുധീഷിനെ അവിടെ തട്ടിക്കൊണ്ട് പോയിട്ട് അവർ കയറിൽ കെട്ടിയിട്ട് അടുക്കിയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അവർ 3 പേരും കൂടി
അവിടെ ഷീട്ടൊക്കെ കളിക്കുന്നുണ്ട്. സുധീഷിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. സുധീഷ് പറയുന്നുണ്ട്, നിങ്ങൾ 3 ആളുകളില്ലേ, നേർക്ക് നേരെ വാട ആണുങ്ങളാണെങ്കിൽ ഈ കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ ഏത് ഊളകൾക്കും പറ്റും. എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളൊക്കെ ആരാണ്? ആ സ്വർണവും പണവും ഒക്കെ നിങ്ങൾ എന്താ ചെയ്തത്? അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് എന്നെ കൊന്നിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാവും ട്ടോ. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ ഓരോ ഡയലോഗ് അടിക്കുമ്പോൾ അതിലൊരാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നപ്പോൾ അയാൾ പോയിട്ട് പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിക്കുന്നുണ്ട് ട്ടോ അവൻ്റെ ഫേസിൽ. അവൻ്റെ ചുണ്ടിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അവനൊന്നും സംസാരിക്കാൻ വയ്യ. അവൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടൊന്നും അവനെ അടിക്കാൻ വരുന്നില്ല. അതിനുള്ള സമയമായിട്ടില്ല എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും രാജീവൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഡയലോഗ്സിനും അതുപോലെ തന്നെ അവരുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗം ആയിട്ടാണ് ഇവരിവിടെ ചെയ്തു കൂട്ടുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ സുധീഷ് അപാരപ്പെടലാണ് പെട്ടത്. പാവം നമ്മളെ നിധിയും അതുപോലെ തന്നെ സുധീഷിന്റെ വീട്ടുകാരും ഒന്നും ഇത് അറിയുന്നില്ല. സുധീഷിന്റെ വീട്ടുകാരെയും കൂടി ചേർത്തിട്ട് ഇവർ കുറ്റം പറയുന്നുണ്ട്. സുധീഷ് വേറെ എങ്ങോട്ടും ആവില്ല പോയത്, ആ പണവുമായിട്ട് മുങ്ങിയത് അവന്റെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധി അത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. സുധീഷിന്റെ വീട്ടുകാർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ, സുധീഷ് അവിടെ എത്തിയോ എന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് മതി നിങ്ങളുടെ ഈ തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹേമയാണെങ്കിൽ പറയുന്നുണ്ട്, അവൾ പറയുന്നൊന്നും കേൾക്കണ്ട, ആദ്യം അവൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പം സത്യം പോലെ അവിടുന്ന് തന്നെ നമുക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അരുണ് വേഗം എണീറ്റിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, കിളിക്കൂട്ടിലേക്ക്. പക്ഷേ നിധി പറയുന്നുണ്ട്, ഞാൻ കാല് പിടിച്ച് പറയാം, ആദ്യം ഒന്ന് ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ പോയിട്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, സുധീഷിനെ ഇങ്ങനെ മോഷ്ടാവ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് നമ്മളെ നിധിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് അവളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുന്നുണ്ട്. ശേഷം അവൾ വേഗം ഒന്നും കൂടി സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ വീണ്ടും സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹരീഷിന്റെ ഫോണിലേക്കായിട്ടാണ് വിളിക്കുന്നത്. ഹരീഷും ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബിസിയാണ്. ഹരീഷും നീതുവും ഭയങ്കര കോളിങ്ങിലാണ്. ഒരുപാട് നേരമായിട്ട് നമ്മളെ നിധി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അന്നേരമൊക്കെ അവൻ മറ്റൊരു കോളിലാണെന്നാണ് കേട്ടോ പറയുന്നത്. അവർ ഭയങ്കര സംസാരമാണ്. പിന്നെ നമ്മളെ നിധി വിചാരിക്കും എന്നാൽ സുഭാഷ് ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചാലൊന്ന്, പിന്നെ അത് വേണ്ട, സുഭാഷ് ചേട്ടനും നികേഷും അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഹരീഷിനെ തന്നെ വീണ്ടും ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മളെ നീതു ഹരീഷും കോള് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഹരീഷ് ഫോണിൽ നോക്കുമ്പോൾ നമ്മളെ നിധിയുടെ മിസ് കോൾ കാണുകയും തിരിച്ച് വിളിക്കുകയും ചെയ്യുമ്പോൾ അവൾ പറയുന്നുണ്ട് കേട്ടോ, സുധീഷ് അങ്ങോട്ട് വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, വന്നിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ ഇവിടുന്ന് പോയതെന്നാണ് ഹരീഷ് അന്നേരം പറയുന്നത് കേട്ടോ. അപ്പം എന്താ സംഭവം, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, രാവിലെ ഇവിടുന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞു പോയതാണ്, ആളെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. ഹേമയാണെങ്കിൽ അതിന് മുൻപ് റൂമിൽ വന്നിട്ട് നമ്മളെ നിധിയോട് ചോദിച്ചിരുന്നു, നീ വിളിച്ചു നോക്കിയോന്ന്. ആ വിളിച്ചു, അവിടെ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഹേമ പറയുന്നുണ്ട്, ഓ അപ്പം അത് അവൻ്റെ വീട്ടുകാരും കൂടി ചേർന്നിട്ടുള്ള പരിപാടിയാണ്, പ്ലാനിങ്ങോട് കൂടി പോയതാണ്, അപ്പം അവൻ്റെ വീട്ടുകാരും അവനും കൂടിയാണ് ഇവിടെ ചതിച്ചിരിക്കുന്നത്, അച്ഛനെ ചതിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ നിധി ഒരിക്കലും അതൊരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ല. നിധിക്ക് അറിയാം ആ കിളിക്കൂട്ടിൽ ആരും പണത്തിന് വേണ്ടിയിട്ട് ഒന്നും മോഷ്ടിക്കുന്ന ആൾക്കാരല്ല, എന്ത് തന്നെ ചെയ്താലും അവർ ഇങ്ങനെയൊത്ത കാര്യങ്ങളൊന്നും, ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് നിധിക്ക് നല്ലോണം അറിയട്ടോ. പക്ഷെ അവർ പറയുന്ന കാര്യം തന്നെ കൂടെ ഉറപ്പിച്ച് പറയുമ്പോൾ നിധിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ സുധീഷ് എവിടെ പോയി, സുധീഷിന് എന്ത് സംഭവിച്ചു എന്നും നിധി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും വഴിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു ഇങ്ങോട്ട് വിളിച്ചുകൂടെയിരുന്നോ, അവൻ അത് ചെയ്തോ, ഒന്ന് ഫോൺ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ അത്രയും ധൈര്യമായിട്ട് ചോദിക്കാൻ കാരണം എല്ലാ വഴികളും അവൻ്റെ കയ്യിൽ നിന്ന് അടഞ്ഞു പോയതെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. എന്തായാലും പാവം നമ്മുടെ സുധീഷ് ഭയങ്കരമായിട്ടുള്ള പെടലാണ് പെട്ടത്. എന്തായാലും നമ്മളെ നിധി ഹരീഷിനെ വിളിച്ചത് നന്നായി. എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരേ ഒരാൾ ഹരീഷ് മാത്രാട്ടോ. കാരണം സുധീഷ് പോകുന്നതിന് മുൻപ് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ഹരീഷിനോട് മാത്രമാണ്. രാജീവിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഹരീഷിന് മാത്രമാണ്, നിധിക്ക് പോലും അറിയില്ല. നിധിയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഡ്രാമ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പാവം നമ്മളെ സുധീഷിനെ നിധിയുടെ നല്ല സന്തോഷ നിമിഷങ്ങളൊക്കെ ആലോചിച്ചിട്ട് അതും പറയാൻ തോന്നിയില്ല. എന്തായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും നമ്മളെ നിധി സുധീഷിനെ ഒരു ഭർത്താവായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് അവൻ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. സുധീഷിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ നമ്മളെ നിധിക്ക് അവരുടെ വീട്ടുകാരുടെ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.